നമസ്കാരം. ഫാന്റസി ജോണറിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ ഹീറോ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഈ സൂപ്പർ ഹീറോസിനുള്ള സൂപ്പർ പവറുകളെ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നത്. ഉദാഹരണത്തിന്, ഒരു 10 നില കെട്ടിടത്തിന് മുകളിലേക്ക് പറക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ, ഈ സൂപ്പർ ഹീറോയെ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ പ്രേക്ഷകന് തോന്നണം അയാൾക്ക് അത് സാധ്യമാകുമെന്ന്. അത്തരത്തിൽ 100% വിജയിച്ച ഒരു സിനിമയാണ് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് വലിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര അവസാനിക്കുന്നത്. നിർമ്മാതാക്കളായ വേഫ്രം ഫിലിംസിനും ദുൽഖർ സൽമാനും അതുകൊണ്ട് ബിഗ് സല്യൂട്ട്. മിത്തുകളും ഐതിഹ്യങ്ങളും വേണ്ടുവോളമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിൽ മലയാളിക്ക് സുപരിചിതമായ പ്രേതകഥകളെ അടക്കം ഒരു യൂണിവേഴ്സിലേക്ക്, ലോക എന്നൊരു യൂണിവേഴ്സിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ മുൻപോട്ട് പോകുന്നത്. 4 ചാപ്റ്ററുകളുള്ള ഒരു യൂണിവേഴ്സാണ് ലോക. അതിലെ ആദ്യ ചാപ്റ്റർ മാത്രമാണ് കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചന്ദ്ര. ലോക എന്ന യൂണിവേഴ്സിലെ ചന്ദ്രയെ ആദ്യ പകുതിയിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. ബംഗളൂരുവിലാണ് കഥ നടക്കുന്നത്. അസാധാരണത്വമോ സംശയമോ തോന്നാതെ ബംഗളൂരുവിൽ ജീവിക്കുകയാണ് ചന്ദ്ര. അവിടെ വെച്ച് ചന്ദ്രയുടെ ജീവിതത്തിലേക്ക് 3 യുവാക്കൾ കയറി വരുന്നു. പിന്നീടങ്ങോട്ട് ചന്ദ്രയുടെ ലോകം വികസിക്കുന്ന കഥ പറച്ചിലാണ് സിനിമയുടേത്. നസ്ലൻ, ചന്തു സലീംകുമാർ, അരുൺ കുര്യൻ എന്നിവരുടെ പ്രകടനങ്ങളും മികച്ചു നിന്നു. സിനിമ 2ാം പകുതിയിലേക്ക് എത്തുമ്പോൾ ഇതേ ഫാന്റസി വേൾഡിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രതിനായക കഥാപാത്രത്തെ പ്ലേസ് ചെയ്യുന്നുണ്ട്. തുല്യശക്തികൾക്കിടയിലെ ഗുഡ് വേഴ്സസ് ഈവിൾ കോൺഫ്ലിക്റ്റ് അടുത്ത ഭാഗത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിലാണ് ചന്ദ്രയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ ബിൽഡ് ചെയ്തു കൊണ്ടുവരുന്നതും പ്രേക്ഷകരിൽ അതിഭാവുകത്വം തോന്നിപ്പിക്കാതെ അവതരിപ്പിക്കുന്നതിലും ചിത്രം പൂർണ്ണ വിജയമാണ്. ഈ ചിത്രത്തിൽ ശബ്ദം കൊണ്ട് മാത്രം സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന ഒരു വലിയ ക്യാമിയോ ഉണ്ട്. ഒപ്പം ഒരു സീനിൽ മാത്രം വന്നു പോകുന്ന ക്യാമിയോ കഥാപാത്രങ്ങളുണ്ട്. ഒന്നിലേറെ സീനുകളിൽ വന്ന് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന ചില ക്യാമിയോ കഥാപാത്രങ്ങളുണ്ട്. ഈ ക്യാമിയോ കഥാപാത്രങ്ങളെല്ലാം ലോക എന്ന യൂണിവേഴ്സിലെ അടുത്ത ചാപ്റ്ററുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. മാത്രമല്ല, ഈ ക്യാമിയോ കഥാപാത്രങ്ങളൊന്നും ഈ ചന്ദ്രയിലേക്ക് വരുമ്പോൾ അവ ഒരു ഏച്ച് കെട്ടലായോ അല്ലെങ്കിൽ ഒരു താരപരിവേഷത്തിന് വേണ്ടി പ്ലേസ് ചെയ്തതായോ നമുക്ക് സിനിമയിൽ ഒരിക്കലും തോന്നുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ തിരക്കഥയുടെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട മേന്മ. ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആദ്യ ഭാഗം കഴിയുമ്പോൾ പ്രേക്ഷകന് തോന്നേണ്ട ഒരു ജിജ്ഞാസയുണ്ട്, അല്ലെങ്കിൽ ഒരു കൗതുകമുണ്ട്. ഈ കൗതുകം നിലനിർത്തിക്കൊണ്ടാണ് ചന്ദ്ര അവസാനിക്കുന്നത്. അത് തിരക്കഥയുടെ ക്വാളിറ്റി കൊണ്ടാണ്. കോ റൈറ്റർ കൂടിയായ, നടി കൂടിയായ ശാന്തി ബാലചന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രശംസ അർഹിക്കുന്നു. മലയാളികൾക്ക് സുപരിചിതരായ ഫോക്ലോർ കഥാപാത്രങ്ങളെ ഒരു മോഡേൺ വേൾഡിലേക്ക് കൊണ്ടുവന്ന് അതിനെ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ. അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയും അതിനെ ഇമോഷണലി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയും എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ വർക്കായിരിക്കുന്നത്. അത് തിരക്കഥയുടെ കൂടി വിജയമാണ്. സാങ്കേതികമായും വളരെ മികവ് പുലർത്തുന്ന ചിത്രമാണ് ലോക. അതിൽ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവും നിമിഷ് രവിയുടെ ക്യാമറയുമാണ്. പ്രധാന കഥാപാത്രങ്ങൾക്ക് തുടങ്ങി ഓരോ ക്യാമിയോ കഥാപാത്രങ്ങൾക്ക് വരെ ജേക്സ് നൽകുന്ന പശ്ചാത്തല സംഗീതം സിനിമയുടെ മൂഡിൽ പ്രേക്ഷകരെ കൂടുതൽ പിടിച്ചിരുത്തുന്നതാണ്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും മികവ് പുലർത്തി. എല്ലാവിധ പ്രേക്ഷകരെയും എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന അവതരണ ശൈലി കൊണ്ടാണെങ്കിലും സാങ്കേതികമായ മികവ് കൊണ്ടാണെങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തോന്നിയത്. അതുകൊണ്ട് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണിത്. പക്ഷെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ചില വയലൻസ് രംഗങ്ങൾ, അത് കുട്ടികൾ കാണരുത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില വയലൻസ് രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. അത്തരം വയലൻസ് രംഗങ്ങൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ കുട്ടികൾക്കും വളരെ നന്നായി ആസ്വദിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തോന്നിയത്. ഇനി അവസാനമായ ഒരു കാര്യം കൂടി, അതൊരു സ്പോയിലറാണ്. സിനിമ കാണാത്തവർ വിഭാഗം സ്കിപ്പ് ചെയ്തതായിരിക്കും നല്ലത്. അതായത്, ഈ ചന്ദ്ര എന്ന് പറയുന്ന യൂണിവേഴ്സ് അതൊരു വലിയൊരു യൂണിവേഴ്സാണ്. അവിടെ നമ്മൾ നീലിയെ കണ്ടു, കടമറ്റത്ത് കത്തനാരെ കാണുന്നു. ഇനി ഈ ചന്ദ്രയുടെ ഈ ലോകത്തേക്ക് വരാനിരിക്കുന്നവരിൽ യമനുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചാത്തന്മാരുണ്ട്. ഇവരുടെയൊക്കെ തലവനായ മൂത്തോനുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈലൻഡ് ഒക്കെ കാണിച്ച സമയത്ത് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചു വൺ ആൻഡ് ഓൺലി അവർ മൂത്തോൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂപ്പരെ കൂടി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ, ഒരു ബാക്ക് ഷോട്ടെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ
ഈ പടത്തിന് കിട്ടുന്ന ഒരു കിക്ക് അതൊന്ന് ഒരു വേറെ സാധനം ആയേനെ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മൂത്തോലും വരും, മൂത്തോലും വരട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി.